ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രോക്കിൻ്റെ ക്ലോത്ത് കാൽക്കുലേഷൻ ആണ് പറഞ്ഞിരുന്നത്. അത് കിഡ്സിന് മാത്രമല്ല വലിയവർക്കും നമുക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെമി അംബ്രല്ല, ഫുൾ അംബ്രല്ല ഈ രണ്ട് പാറ്റേണിൻ്റെ ക്ലോത്ത് കാൽക്കുലേഷൻ ആണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സെമി അംബ്രല്ല, ഫുൾ അംബ്രല്ല സ്കേർട്ട് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്തൊരു കാര്യമാണ്. ഇത് നമുക്ക് കുർത്തിയുടെ കൂട്ടത്തിലാണെങ്കിലും ലാച്ചയുടെ കൂട്ടത്തിലാണെങ്കിലും ഗൗണിൻ്റെ കൂട്ടത്തിലാണെങ്കിലൊക്കെ ഈ ഒരു പാറ്റേൺ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു സ്കേർട്ട് മാത്രമല്ല, ഒരു ഫ്രോക്കിനും നമുക്ക് ഈ ഒരു പാറ്റേൺ ആഡ് ചെയ്യാം. സോ അപ്പോൾ ഇതിനെങ്ങനെ ക്ലോത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കേർട്ട്, അതായത് ഫുൾ അംബ്രല്ല ആൻഡ് സെമി അംബ്രല്ല ഇതിൻ്റെ ക്ലോത്ത് കാൽക്കുലേഷൻ ആണ് പറയുന്നത് കേട്ടോ. സർക്കുലർ സ്കേർട്ട് തന്നെ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഫുൾ സർക്കുലർ സ്കേർട്ട് അല്ലെങ്കിൽ അംബ്രല്ല സ്കേർട്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് തന്നെ 360 ഡിഗ്രി ആണല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിരിക്കും നമുക്ക് ഈ ഒരു സ്കേർട്ടിന് കിട്ടുന്നത്. ഇതിപ്പോൾ ഫുൾ സർക്കുലർ സ്കേർട്ടാണ്. ഇനി ഇതിലും ഫ്ലെയർ കുറവ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു സ്കേർട്ടിൻ്റെ നേരെ പകുതിയാക്കും. അപ്പം നമുക്ക് ഫുൾ സർക്കിളിൻ്റെ നേരെ പകുതി വരുമ്പോൾ അത് സെമി സർക്കിളായി അല്ലെങ്കിൽ സെമി അംബ്രല്ല എന്ന് പറയും. ഇപ്പോൾ 360 ഡിഗ്രി ആയിരുന്നത് അതിൻ്റെ നേരെ പകുതി വരുമ്പോൾ 180 ഡിഗ്രി ഫ്ലെയർ ആയിരിക്കും നമുക്ക് ആ സ്കേർട്ടിന് കിട്ടുന്നത്. അപ്പം ഫുൾ സർക്കിളും പഠിച്ചു, സെമി അംബ്രല്ലയും പഠിച്ചു. ഇനി ഈ സെമി അംബ്രല്ലയുടെയും നേരെ പകുതി ഞാൻ നോക്കി, അതിനെയാണ് ക്വാർട്ടർ സർക്കുലർ സ്കേർട്ട് എന്ന് വിളിക്കുന്നത്. അത് 180യുടെയും നേരെ പകുതി, അതായത് 90 ഡിഗ്രി ആയിരിക്കും അതിന് ഫ്ലെയർ വരുന്നത്. സോ ഈ 3 സർക്കിൾ സ്കേർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഈ കാണിക്കുന്നത് ഫുൾ അംബ്രല്ലയാണ്. ഈ ഫുൾ അംബ്രല്ലയുടെ രണ്ടെണ്ണം ചേരുന്നതാണ് ഡബിൾ സർക്കുലർ സ്കേർട്ട് എന്ന് വിളിക്കുന്നത്. അതായത് 360 ഡിഗ്രിയുടെ രണ്ടിരട്ടി, അതായത് 720 ഡിഗ്രിയാണ് ഡബിൾ സർക്കുലർ സ്കേർട്ടിനും വരുന്നത് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഫുൾ അംബ്രല്ലയും സെമി അംബ്രല്ലയും ഇതിൻ്റെ ക്ലോത്ത് കാൽക്കുലേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അംബ്രല്ല സ്കേർട്ട് അല്ലെങ്കിൽ സർക്കുലർ സ്കേർട്ട് അതിൻ്റെ ക്ലോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി പണ്ട് മാത്സിനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സർക്കിളിൻ്റെ റേഡിയസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2π ആണ്. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ സർക്കംഫറൻസിന് പകരം വേസ്റ്റ് റൗണ്ട് ആണ് എടുക്കുന്നതെന്നേ ഉള്ളൂ. അതായത് നമ്മൾ അരയിലെ ഏത് ഭാഗത്താണോ ഇടുന്നത് അവിടുത്തെ ചുറ്റുവണ്ണം നമ്മൾ എടുക്കുക. അപ്പം ഇവിടെ 2π എന്ന് പറയുമ്പം പൈ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, അതായത് 3.14 ആണ്. സോ 2π എന്ന് പറയുമ്പം 2 × 3.14 എന്നായിരിക്കും വരുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്, വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2π. സോ പൈ വാല്യൂ 3.14 ആണ്. അപ്പം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 2 × 3.14 എന്ന് പറയുന്നത് 6.28 ആണ്. അതാണ് ഞാൻ ആദ്യമേ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6.28 എന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കാണാതെ പഠിക്കുക. ഫുൾ സർക്കിൾ സ്കേർട്ടിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6.28. സോ വേസ്റ്റ് റൗണ്ട് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 20 ഇഞ്ച് ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 6.28 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.1 ഇഞ്ച്. 3.1 ഇഞ്ച് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലോത്ത് എങ്ങനെ എടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമ്മളൊരു ഫുൾ സർക്കിൾ സ്കേർട്ടിൻ്റെ ഡയഗ്രമാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ ഫാബ്രിക്കിൽ ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ വിഡ്ത്ത് വൈസ് മടക്കും, അത് കഴിഞ്ഞ് ലെങ്ത് വൈസ് മടക്കും, അങ്ങനെ 4ആയിട്ട് മടക്കും അല്ലേ. അപ്പോൾ ആ 4ആയിട്ട് മടക്കി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡയഗ്രമാണ് ഞാനിവിടെ ഇപ്പോൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഫോൾഡ് ചെയ്ത കോർണർ പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്യുന്നത്. ആ റേഡിയസ് മാർക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ വേസ്റ്റ് റൗണ്ട്. അത് കഴിഞ്ഞ് താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിരിക്കും. സോ ക്ലോത്ത് നീഡഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതും നമ്മുടെ ഈ കണ്ടുപിടിച്ച റേഡിയസുമായിട്ട് കൂട്ടുക. ഇപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത് നമുക്ക് വേസ്റ്റ് ബാൻഡ് ഉൾപ്പെടെയുള്ള ടോട്ടൽ ലെങ്ത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് തന്നെ എടുക്കുക, വേസ്റ്റ് ബാൻഡ് ഉൾപ്പെടെയുള്ള ആ ഒരു ടോട്ടൽ ലെങ്ത് എടുക്കുക, അതും പിന്നെ നമ്മുടെ റേഡിയസും കൂട്ടുക. സോ ഇവിടെ ഞാൻ ലെങ്ത് 10 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 പ്ലസ് നമ്മുടെ റേഡിയസ് 3.1 ആണ്. അപ്പോൾ നമുക്കിവിടെ 13.1 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു സ്കേർട്ടിന് നമുക്ക് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ നമുക്കൊരു തയ്യൽ തുമ്പ് വേണം. അത് നമ്മൾ 1/2 ഇഞ്ചായിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്കേർട്ടിന് താഴെ മടക്കി അടിക്കാനും സർക്കിൾ സ്കേർട്ടിനൊക്കെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ കൊടുക്കത്തുള്ളൂ. സോ അങ്ങനെ തയ്യൽ തുമ്പ് മൊത്തം ഞാൻ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 14.1 ഇഞ്ചാണ് നമുക്ക് ക്ലോത്ത് നീഡലിന് വേണ്ടി കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു ഫുൾ അംബ്രല്ല സ്കേർട്ട് ആണല്ലേ. അപ്പോൾ ഫുൾ അംബ്രല്ല സ്കേർട്ട് വരുമ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ആൻസറിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. 4 ഇരട്ടിയായിരിക്കണം ഒരു ഫുൾ സർക്കുലർ സ്കേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. സോ 14.1 4 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 56.4 ഇഞ്ചാണ് കിട്ടുന്നത്.
സോ ഇത് നമുക്ക് ഇഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു കടയിൽ പോയിട്ട് മെറ്റീരിയൽ മീറ്ററിലായിരിക്കണം വാങ്ങിക്കേണ്ടത്. സോ ഇഞ്ചിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 39 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 40 വെച്ചും ഡിവൈഡ് ചെയ്യാം. സോ 39 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1.4 മീറ്റർ ആണ് ഈ ഒരു ഫുൾ സർക്കിൾ സ്കേർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഫാബ്രിക് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറിയ ലെങ്ത് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ. നമുക്കൊക്കെ ചെയ്യുമ്പോൾ, വലിയവർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു 6 മീറ്റർ 7 മീറ്റർ എങ്കിലും ഒരു ഫുൾ സർക്കിൾ സ്കേർട്ട് ചെയ്യാനായിട്ട് വേണ്ടി വരും കേട്ടോ. സോ ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ട് ഫാബ്രിക്കിൽ എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു ലൈനിങ് ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, നല്ല കട്ടിയുള്ള ഭാഗം വരുമല്ലോ നമ്മുടെ ഫാബ്രിക്കിൻ്റെ അറ്റത്ത്, അതിനെയാണ് സെൽവെഡ്ജ് അല്ലെങ്കിൽ തേരെന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ഫാബ്രിക്കിൻ്റെ രണ്ട് വശത്തും കാണും അല്ലേ. സോ ഈ രണ്ട് തേര് വശത്തിൻ്റെയും നടുക്കുള്ള ഭാഗമാണ് ആ ഒരു തുണിയുടെ വീതി എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് സെൽവെജിൻ്റെയും നടുക്കെ വരുന്ന ഈ ഒരു ഭാഗമാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത്. അതിൻ്റെ താഴത്തോട്ട് വരുന്നത് ആ ഒരു ഫാബ്രിക്കിൻ്റെ ലെങ്ത് ആയിട്ടും നമ്മൾ പറയും. സോ ഈ ഒരു വീതി എത്രത്തോളം കൂടുതൽ കിട്ടുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു സർക്കുലർ സ്കേർട്ട് ജോയിൻ്റ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ക്രേപ്പിനൊക്കെ ആണെങ്കിൽ 44 ഇഞ്ച് വീതിയായിരിക്കും. സാറ്റിൻ ഗൗൺ സാറ്റിനൊക്കെ ആണെങ്കിൽ ഒരു 60 ഇഞ്ച് വീതിയിലൊക്കെയുള്ള ഫാബ്രിക്കും ഉണ്ട്. സോ വീതി കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു സ്കേർട്ട് ജോയിൻ്റ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു സർക്കുലർ സ്കേർട്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ രണ്ട് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 4 മടക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്യും. വലിയവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ലെങ്ത് വൈസ് ആയിരിക്കും 4 മടക്കുന്നത്. പിന്നെ ഈ ഒരു സർക്കിൾ സ്കേർട്ട് എല്ലാം ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. വളരെ കുഞ്ഞി ഹൈറ്റുള്ള കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ജോയിൻ്റ് ഇല്ലാണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചെയ്യുന്ന മെത്തേഡാണ്. ആദ്യം നമ്മൾ വീതിപ്പാടൊന്ന് മടക്കി, അത് കഴിഞ്ഞ് ഇതേപോലെ താഴത്തോട്ട് ലെങ്ത് വൈസ് മടക്കി. അപ്പോൾ അതിൻ്റെ കോർണർ പോയിന്റ് ഫോൾഡഡ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഓപ്പൺ ആയിരിക്കും. നമുക്ക് 4 മടക്കിയത് കൊണ്ട് തന്നെ 4 പാർട്സ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുമല്ലേ. സോ ഇനി നമ്മൾ ഈ റേഡിയസ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഒരു കോർണർ പോയിന്റിൽ നിന്നായിരിക്കും റേഡിയസ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റേഡിയസ് ഇവിടെ 3.1 ആണ് കിട്ടിയത്. ആ 3.1 നമ്മൾ ഇതേപോലെ ടേപ്പ് ആ കോർണറിൽ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി മാർക്ക് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ആ ഒരു 3.1 വരെ കിട്ടിയിട്ടുള്ള ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ആ 3.1 വെച്ച് മാർക്ക് ചെയ്ത് ഇപ്പം ഈ കിട്ടിയ ഈ ഒരു കർവ്ഡ് ലൈൻ ആണ് അതിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്നും പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സ്കേർട്ട് 4 മടക്കിയത് അല്ലേ. അപ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 20 ആണ്. അപ്പം 4 മടക്കിയത് കൊണ്ട് 20നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പം ഈ ഒരു 5 ഇഞ്ച് ആയിരിക്കണം നമുക്ക് ഈ ഒരു വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുമ്പം കിട്ടേണ്ടത്. എങ്കിലേ നമ്മൾ കട്ട് ചെയ്ത് നിവർത്തി കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് 20 ഇഞ്ച് കിട്ടത്തുള്ളൂ. സോ ഇത് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് 4 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പം ഇതേപോലെ പോയിന്റ് ഒക്കെ വരുന്ന കേസിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പം ചിലപ്പം നമുക്ക് അതിൻ്റെ വാല്യൂസ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പോയിന്റ് കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അതായത് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്ന വാല്യൂ കൂടുതൽ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ ലൈൻ കുറച്ചും കൂടെ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യണം. കുറവ് കിട്ടുവാണെങ്കിൽ ലൈൻ കുറച്ചും കൂടെ താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്യണം. നമ്മൾ ആം റൗണ്ട് ഒക്കെ ഷേപ്പ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാറില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ നമ്മൾ അങ്ങനെ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഭാഗം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്, അത് നമുക്ക് 10 ഇഞ്ചാണ്. ഇപ്പം നമ്മൾ ആ വേസ്റ്റ് റൗണ്ട് വരച്ച ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ടാണ് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാൻഡ് ഉൾപ്പെടെയുള്ള ടോട്ടൽ ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത്. സോ ബാൻഡിന് നമ്മൾ ചിലപ്പം 1 ഇഞ്ച് കുറയ്ക്കാം, 1.5 ഇഞ്ച് കുറയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് 1 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പോൾ 10ൽ നിന്ന് 1 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 9 ഇഞ്ചാണ് വരുന്നത്. ഈ 9 ഇഞ്ചിൽ നമുക്ക് താഴെ മടക്കിയടിക്കാൻ അരയിഞ്ച് തയ്യൽ തുമ്പുണ്ട്. അതേപോലെ തന്നെ ഈ വേസ്റ്റിൻ്റെ ഭാഗം ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാനും അരയിഞ്ച് തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ ടോട്ടൽ 1 ഇഞ്ച് അഡീഷണൽ തയ്യൽ തുമ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ 9ൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ച് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ താഴെ കിട്ടിയിരിക്കുന്ന പോയിന്റും നമ്മുടെ മുകളിലെ ആ ഒരു ടോപ്പ് കോർണർ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് 13 ആണ് അവിടെ കിട്ടുന്നത്. സോ ആ 13 നമ്മൾ ഇതേപോലെ ടേപ്പ് കോർണറിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ നീക്കി മാർക്ക് ചെയ്യണം.
സോ അങ്ങനെ മാർക്ക് ചെയ്താലേ താഴെ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ സർക്കുലർ സ്കേർട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താലും ലെവൽ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പം നമ്മളൊരു പ്ലെയിൻ വോളിൽ ആ സ്കേർട്ട് വെച്ചിട്ട് താഴത്തോട്ട് സ്കെയിൽ വെച്ച് പതിച്ച് കട്ട് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുന്നത്. ഇത് കുഞ്ഞു പിള്ളേർക്കാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം അന്നേരം ജോയിന്റ് ഇല്ലാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് അതിന് പുറത്തോട്ടൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട് വരച്ച ഭാഗത്തും മുകളിലോട്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കയറ്റി മാർക്ക് ചെയ്യാം. ചില ആൾക്കാർ വേസ്റ്റ് റൗണ്ടിനും കൂടെയുള്ള തയ്യൽ തുമ്പ് താഴത്തോട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതാകുമ്പം നമ്മൾ സർക്കുലർ സ്കേർട്ടൊക്കെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് ആ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസിനിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിവർത്തി കഴിയുമ്പോൾ ആ ഭാഗം വലിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വാല്യൂസിൽ വ്യത്യാസം വരും. സോ അത് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ കൊടുക്കുന്ന തയ്യൽ തുമ്പ് അവിടെ തന്നെ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പോർഷനാണ് നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അതാണ് ഞാൻ ഈ ഒരു ഡയഗ്രത്തിലും വരച്ചിരിക്കുന്നത്. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് താഴത്തോട്ട് വരുന്നതാണ് അതിൻ്റെ ലെങ്ത്. ആ കോർണറിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് റേഡിയസും ആയിരിക്കും. സോ ഈ ഒരു ലെങ്ത് ആയിരിക്കും അതിന് ചുറ്റും ഫുള്ളും കിട്ടുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഫുൾ സർക്കുലർ സ്കേർട്ട് നമ്മൾ വരയ്ക്കുന്നത്, അതായത് പാറ്റേൺ ഫോൾഡ് ചെയ്യുന്നത്. സോ ഈ ഒരു സെയിം സാധനം തന്നെയാണ് ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പറിലും വരച്ചു വെച്ചിരിക്കുന്നത്. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്കേർട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എങ്ങും ജോയിൻസും വരത്തില്ല, എങ്ങും തയ്ച്ച് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേസ്റ്റിൽ ആ ഒരു ബെൽറ്റ് മാത്രം അറ്റാച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് വളരെ ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾക്കേ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. സോ ഇപ്പം ഇത് നിവർത്തുമ്പോൾ കണ്ടോ, ഒരു ഫുൾ സർക്കിളിൻ്റെ പാറ്റേൺ ആണ്. അതാണ് ഞാൻ ആദ്യം വരച്ചിരിക്കുന്ന ഡയഗ്രാം. അതിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് വേസ്റ്റ് റൗണ്ടും ചുറ്റും വരുന്നത് ആ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്തും ആണ് കേട്ടോ. സോ ഇത് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് വലിയവർക്ക് എങ്ങനെയാണ് ഈ ഒരു സർക്കിൾ സ്കേർട്ട് മടക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു റഫ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗവും അതേപോലെ അതിൻ്റെ താഴ്ഭാഗവും തേര് വശമായിട്ട് നമ്മൾ കണക്കാക്കുക. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗമായിരിക്കും വീതി എന്ന് പറയുന്നത്, താഴത്തോട്ട് വരുന്നത് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഫാബ്രിക് നമ്മൾ മടക്കുമ്പോൾ ലെങ്ത് വൈസ് ആയിരിക്കണം മടക്കേണ്ടത്. ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു വട്ടം ഫോൾഡ് ചെയ്തു, അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. സോ ഫോൾഡ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗം നമ്മൾ 4ആയിട്ട് മടക്കിയത് കൊണ്ട് തന്നെ നമുക്ക് 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. റേഡിയസ് നമ്മൾ അതിൻ്റെ ഫോൾഡഡ് ഭാഗത്തായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് എത്രയാണോ ഈ ഒരു ഇക്വേഷൻ വെച്ച് കിട്ടുന്നത് ആ റേഡിയസ് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് മാർക്ക് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ മടക്കുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 പീസായിട്ടായിരിക്കും കിട്ടുന്നത്. സോ അതിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കോർണറിൽ നിന്ന് റേഡിയസ് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ റഫായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു തുണി 4ആയിട്ടാണല്ലോ മടക്കിയത്. അപ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ട് 20 ആണ്. തുണി നമ്മൾ 4ആയിട്ട് മടക്കിയത് കൊണ്ട് തന്നെ ആ 20നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുന്നത്. സോ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 5 ഇഞ്ച് വരണം. പക്ഷേ ഇവിടെ നമുക്ക് ജോയിൻസ് വരുന്നുണ്ട്, 2 പീസായിട്ടാണ് കിട്ടുന്നത്. അത് തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അഡീഷണൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ലൈനിൻ്റെ അവിടെ നമുക്ക് 5ൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 5.5 ഇഞ്ച് ആയിരിക്കണം അവിടെ കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് പോയിന്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ റേഡിയസ് പോയിന്റ്സിൽ വരുന്നതുകൊണ്ട് നമ്മളിത് വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചൊക്കെ കൊല്ലുമ്പോൾ കൂടുതലായിരിക്കും കിട്ടുന്നത്. കറക്റ്റ് നമുക്ക് ആ വാല്യൂ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചും കൂടെ താത്തി ഇറക്കി വരച്ചിട്ട് നമുക്ക് ആ ഒരു വേസ്റ്റ് റൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആം റൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചില്ലേ, അതേപോലെ തന്നെ വാല്യൂസ് നമുക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇറക്കി വരച്ചാൽ നമുക്ക് ആ ഒരു വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ് ലെങ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് പുറത്തോട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. വേസ്റ്റ് റൗണ്ടിനും പുറത്തോട്ടാണ് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കാണിച്ചത് അതേപോലെയാണ് ലെങ്ത് എല്ലാം മാർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് 2 പീസായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം, ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം. അതിനാണ് ഞാൻ പറഞ്ഞത് 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ജോയിൻ ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് കൊടുക്കണമെന്ന്. സോ ഇങ്ങനെയായിരിക്കും വലിയവർക്ക് സർക്കിൾ സ്കേർട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് സെമി അംബ്രല്ല സ്കേർട്ടിൻ്റെ ക്ലോത്ത് കാൽക്കുലേഷൻ ആണ്. സോ അതിനും നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പൈ വാല്യൂ ആണ്.
നമ്മൾ ഫുൾ സർക്കിൾ സ്കേർട്ടിന് റേഡിയസ് കണ്ടത് എങ്ങനെയായിരുന്നു? വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2π ആയിരുന്നു അല്ലേ? സോ ഫുൾ സർക്കിളിന്റെ നേരെ പകുതിയാണ് നമ്മുടെ ഈ ഒരു സെമി അംബ്രല്ല എന്ന് പറയുന്നത്. അപ്പം ഫുൾ സർക്കിൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2π ആണെങ്കിൽ സെമി അംബ്രല്ല എന്ന് പറയുമ്പോൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പൈ ആയിരിക്കും. ഫുൾ സർക്കിളിന്റെ നേരെ പകുതി ആയിരിക്കും സെമി അംബ്രല്ല എന്ന് പറയുന്നത്. പൈ വാല്യൂ 3.14 ആണ്. സോ നമ്മൾക്ക് കിട്ടിയ വേസ്റ്റ് റൗണ്ട് ഇവിടെ 20 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 20 ഡിവൈഡ് ബൈ 3.14 എന്ന് പറയുമ്പോൾ നമുക്ക് 6.36 ആയിരിക്കും റേഡിയസ് ആയിട്ട് കിട്ടുന്നത്. ഇനി ക്ലോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാണാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിന്റെ ലെങ്ത് വേസ്റ്റ് ബാൻഡ് ഉൾപ്പെടെ എത്രയാണോ ആ ലെങ്ത്തും നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന റേഡിയസും കൂടി ആഡ് ചെയ്യുക. സോ നമ്മളിവിടെ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. 10 പ്ലസ് 6.36 ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 16.36 ആയിരിക്കും വരുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അഡീഷണൽ കൊടുക്കുന്നുണ്ട് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാനും താഴെ മടക്കി അടിക്കാനും. സോ ടോട്ടൽ നമുക്ക് 17.36 വരുന്നുണ്ട്. ഇത് സെമി അംബ്രല്ല ആയതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ വാല്യൂവിനെ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഫുൾ അംബ്രല്ല ആയിരുന്നപ്പോൾ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സെമി അംബ്രല്ല വരുമ്പോൾ നമ്മൾ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് 34.72 ആണ് കിട്ടിയത്. ഇത് ഇഞ്ചിലാണ്. ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കിട്ടിയ വാല്യൂവിനെ 39 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 34.72 ഡിവൈഡ് ബൈ 39 ചെയ്യുമ്പം നമുക്ക് 0.8 ആണ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പം 1 മീറ്റർ. ഇത് വളരെ ചെറിയ ലെങ്ത്തിൽ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മുടെയൊക്കെ അളവിൽ വരുമ്പോൾ എന്തായാലും വലിയ വാല്യൂസ് ആയിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ. സോ അതൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സെമി അംബ്രല്ല എങ്ങനെ ഫാബ്രിക്കിൽ ഫോൾഡ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു റഫ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണീനെ നമ്മൾ ലെങ്ത് വൈസ് ആണ് മടക്കുന്നത് കേട്ടോ. സെമി അംബ്രല്ലയ്ക്കും ഫുൾ അംബ്രല്ലയ്ക്കും എല്ലാം നമ്മൾ ലെങ്ത് വൈസ് ആണ് നമ്മൾ വലിയവർക്ക് മടക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കി കഴിയുമ്പം നമുക്കതിന് ഫോൾഡിങ് പാർട്ട് വരുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോൾഡഡ് ഭാഗം വരുന്നുണ്ടല്ലേ, അവിടെ ആയിരിക്കും നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് 6.36 ആണ്. ഈ ഒരു 6.36 നമ്മൾ ഇതേപോലെ ടേപ്പ് കോർണറിൽ വെച്ച് ഇങ്ങനെ നീക്കി മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ റഫായിട്ടൊന്ന് ആ ഒരു വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. അത് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് വേസ്റ്റ് ബാൻഡ് കുറയ്ക്കുക, എന്നിട്ട് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റും കോർണറും വരെയുള്ള ടോട്ടൽ ലെങ്ത് ടേപ്പിൽ ഫിക്സ് ചെയ്തിട്ട് താഴെ നമ്മൾ ലെവൽ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു സെമി അംബ്രല്ലയിൽ നമ്മൾ വേസ്റ്റ് ലൈൻ മെഷർ ചെയ്യുമ്പോൾ നമ്മളിത് രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെയും 2/1 എടുക്കുക. അപ്പോൾ 20 വേസ്റ്റ് റൗണ്ട്, അതിൻ്റെ 2/1 എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് വരേണ്ടത്. അതുപോലെ തന്നെ ഇത് രണ്ടായിട്ട് മടക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു വേസ്റ്റ് ലൈൻ 10 ഇഞ്ചും പുറകിലും 10 ഇഞ്ച്, അങ്ങനെയാണ് ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് 20 ഇഞ്ച് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു ജോയിന്റ് വരുന്നുണ്ടല്ലേ, അപ്പൊ അവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം. അപ്പൊ 10ന്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ചും കൂടെ കൂട്ടി ടോട്ടൽ 10.5 ഇഞ്ചായിരിക്കണം ഈ ഒരു വേസ്റ്റ് ലൈനിന്റെ അവിടെ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. നമ്മൾ ഈ ഒരു റേഡിയസ് അനുസരിച്ച് നമ്മൾ ആ ഒരു വേസ്റ്റ് ലൈൻ കറക്റ്റ് ആക്കുക, എന്നിട്ട് അത് മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ചേ ഉള്ളെങ്കിൽ ആ ലൈൻ കുറച്ചും കൂടെ താത്തി ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് മെഷർ ചെയ്യുക. അന്നേരം നമുക്ക് കറക്റ്റ് 10.5 ഇഞ്ചായിട്ട് തന്നെ കിട്ടും. പിന്നെ തയ്യൽ തുമ്പ് നമ്മൾ താഴെ ഒരു 1/2 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലൈൻ്റെ അവിടെയും നമ്മൾ മുകളിലോട്ടും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദാ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ എങ്ങനെയാണോ ഡയഗ്രാം വരച്ച് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനാണ് വേസ്റ്റ് ലൈനിൻ്റെ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ് ഇവിടെ ചുറ്റും വരുന്നത്. ആ മുകളിൽ നമ്മൾ കർവ് ലൈൻ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്നും പറയുന്നത്. അപ്പോൾ സെമി സർക്കുലർ സ്കേർട്ട് ആണെങ്കിൽ നമ്മൾ തുണി രണ്ടായിട്ടായിരിക്കും മടക്കുന്നത്. അപ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 2/1 എടുക്കുക. അതായിരിക്കണം നമുക്ക് ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരുന്ന ലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ട വാല്യൂ. ഇനി സർക്കുലർ സ്കേർട്ട്, അതായത് ഫുൾ സർക്കുലർ സ്കേർട്ട് ആണെങ്കിൽ നമ്മൾ തുണി 4 ആയിട്ടായിരിക്കും മടക്കുന്നത്. അപ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ആയിരിക്കണം എടുക്കേണ്ടത്. ആ വാല്യൂ ആയിരിക്കണം നമുക്ക് ഈ ഒരു വേസ്റ്റ് ലൈനിൻ്റെ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്.
ഫുൾ സർക്കുലർ സ്കേർട്ട് ആണെങ്കിൽ ക്ലോത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ 4 ഇരട്ടിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെമി സർക്കുലർ സ്കേർട്ട് ആണെങ്കിൽ ക്ലോത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 2 ഇരട്ടിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെമി സർക്കുലർ സ്കേർട്ടിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.